ചുട്ടിപ്പാറ SME നഴ്സിംഗ് കോളേജിലെ 4ാം വർഷ വിദ്യാർത്ഥിനി അമ്മു സജീവിന്റെ മരണത്തിൽ കസ്റ്റഡിയിലുള്ള 3 സഹപാഠികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് അറസ്റ്റ്. പത്തനാപുരം സ്വദേശി അലീന, ചങ്ങനാശ്ശേരി സ്വദേശി അഷിത, അയർക്കുന്നം സ്വദേശി അഞ്ജന എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ശശിനാരായണനാണ് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത്. ശശി, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഇന്നലെ കസ്റ്റഡിയിലെടുത്ത 3 പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, ഗുഡ് മോർണിംഗ്. 3 വിദ്യാർത്ഥികളുടെ അറസ്റ്റാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് പ്രധാനമായും അമ്മു സജീവനോടൊപ്പം പഠിച്ചിട്ടുള്ള പത്തനാപുരം സ്വദേശി അലീന, ചങ്ങനാശ്ശേരി സ്വദേശി അഷിത, അയർക്കുന്ന സ്വദേശി അഞ്ജന എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. അത് പ്രധാനമായും ഇന്നലെ വൈകിട്ടാണ് ഈ 3 വിദ്യാർത്ഥികളെയും പോലീസ് കസ്റ്റഡിയെടുത്തത്. അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് കസ്റ്റഡിയെടുത്തത്. ഇന്നാണ് അവരുടെ അറസ്റ്റ് പുലർച്ചയോടുകൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഈ 3 പേരെയും ഇന്ന് 11 മണിയോടുകൂടി കോടതിയിൽ ഹാജരാക്കും. ഈ കുട്ടികളുടെ ആത്മഹത്യാ പ്രേരണ കുറ്റം തുടങ്ങിയ വകുപ്പുകളാണ് ഈ കുട്ടികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. അമ്മു സജീവന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബം ആദ്യം തന്നെ ആരോപണം ഉന്നയിച്ചത് ഈ 3 വിദ്യാർത്ഥികളുടെ പേരിലാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ 3 പേരെയും ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും വലിയ ഒരു ആരോപണം ഈ അമ്മു സജീവന്റെ കുടുംബം ആരോപിച്ചിരുന്നു. ആ തുടക്കം മുതൽ തന്നെ ഈ മാനസികമായുള്ള പീഡനം, അത്തരത്തിലുള്ള കാര്യങ്ങൾ കോളേജിൽ വെച്ചുണ്ടായിട്ടുണ്ട്. അത് പലപ്പോഴും അമ്മു സജീവൻ വീട്ടുകാരുമായി പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അമ്മുവിന്റെ പിതാവ് കോളേജ് അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും ആ പരാതി വളരെ ഗൗരവത്തോടെ കോളേജ് അധികൃതർ എടുത്തില്ലെന്ന ഒരു കാര്യം കൂടി വീട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിന്റെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ 3 വിദ്യാർത്ഥികളെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവരുടെ വിശദമായ ചോദ്യം ചെയ്യുന്ന കസ്റ്റഡിയിൽ നിന്ന് വൈകിട്ട് 7 മണിയോടുകൂടിയാണ് ഈ 3 വിദ്യാർത്ഥികളെയും കസ്റ്റഡി എടുത്തത്. ശശി, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? കാരണം ഈ അമ്മു മരിച്ച് ഇത്രയും ദിവസം കഴിഞ്ഞ് അത് ആത്മഹത്യയാണ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും കുടുംബം പറയുന്നുണ്ടായിരുന്നു ആ കുട്ടി വളരെയധികം മാനസികമായ പീഡനം അനുഭവിക്കുന്നുണ്ടായിരുന്നു, അതിൽ അന്വേഷണം വേണമെന്ന്. പക്ഷേ ആ രീതിയിലുള്ള അന്വേഷണത്തിലേക്ക് പോയില്ല എന്ന് കാണിച്ചുള്ള പ്രക്ഷോഭങ്ങളൊക്കെ വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്ത് നടക്കം ഉണ്ടായപ്പോഴാണ് ഈ അറസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായതല്ലേ? തീർച്ചയായും അത്തരൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും കോളേജ് അധികൃതരുടെ ഭാഗത്ത് നിന്നും വലിയ വീഴ്ച ഉണ്ടായി എന്ന് തന്നെയാണ് നമുക്കിതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ ABVPയുടെ നേതൃത്വത്തിലാണ് ആദ്യം ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് സമരമുണ്ടായത്. ഇന്നലെ KSUവിന്റെ മാർച്ച് ഉണ്ടായിരുന്നു. വലിയ പ്രക്ഷോഭവും അതുപോലെ തന്നെ സംഘർഷത്തിലാണ് ആ മാർച്ച് കലാശിച്ചത്. ഇന്ന് KSUവിന്റെ വിദ്യാഭ്യാസ ബന്ധും പത്തനംതിട്ട ജില്ലയിലുണ്ട്. അത്തരത്തിൽ വലിയ പ്രക്ഷോഭം വിദ്യാർത്ഥി സംഘടനകൾ മുന്നോട്ട് വെച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ആരോപണ വിധേയരായ 3 വിദ്യാർത്ഥികളെയും ഇന്നലെ രാത്രി തന്നെ പോലീസ് കസ്റ്റഡിയെടുക്കുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത്. വലിയ ആരോപണങ്ങൾ ഈ കുട്ടികൾക്കെതിരെയും ഈ കോളേജിനെതിരെയും കുടുംബം ആരോപിക്കുന്നുണ്ട്. ഈ അമ്മു സജീവൻ ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ പരാതികൾ ലഭിച്ചിട്ടും അക്കാര്യത്തിലൊന്നും കോളേജ് കൃത്യമായ ഇടപെടൽ നടത്തിയില്ല എന്നൊരു ആരോപണമാണ് അമ്മു സജീവന്റെ പിതാവും കുടുംബവും ആരോപിക്കുന്നത്. ഇന്നലെ അമ്മു സജീവന്റെ സഹോദരൻ പത്തനംതിട്ടയിലെത്തി പോലീസിന് മൊഴി കൊടുക്കുകയും ചെയ്തു. ആ സമയവും ഈ 3 കുട്ടികൾക്കെതിരെയും പരാതി പറയുകയും അവർക്കെതിരെ ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. അമ്മു സജീവൻ ആത്മഹത്യ ചെയ്യേണ്ട സാധ്യതകളൊന്നും തന്നെ കുടുംബത്തിലില്ല. അത്തരം പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഒരു കുടുംബമാണ്. അതുകൊണ്ട് തന്നെ ഈ കോളേജിലുണ്ടായ ചില പ്രശ്നങ്ങളാണ് അമ്മുവിന്റെ ആത്മഹത്യക്ക് നയിച്ചതെന്നാണ് കുടുംബം ആരോപിച്ചത്. അത് തുടർച്ചയായി ഈ ഇത്തരം കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി നിരവധി തവണ പരാതി പറയുകയും നേരിട്ട് പ്രിൻസിപ്പലിനെ വിളിച്ച് അറിയിച്ചിട്ടും നടപടി സ്വീകരിച്ചില്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. എന്തായാലും ഈ 3 വിദ്യാർത്ഥികളെയും ഇപ്പോൾ ഇത് സംബന്ധിച്ച് ആരോപണ വിധേയരായ 3 വിദ്യാർത്ഥികളെയും കസ്റ്റഡിയെടുക്കുകയും അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. 11 മണിയോടുകൂടിയാണ് ഈ വിദ്യാർത്ഥികളെ പത്തനംതിട്ട കോടതിയിൽ ഹാജരാക്കുക. അശ്വതി, ശശിനാരായണനാണ് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.